ഹായ്, ഗുഡ് ഈവനിങ്. ഞാൻ രജനി. ഞാൻ നമ്മുടെ ഫേസ്ബുക്കിൽ ഇപ്പോഴുള്ള ഒരു കണ്ടൻറ്റിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നത്. വേറൊന്നുമല്ല, ഇപ്പോൾ ഫേസ്ബുക്കിൽ എപ്പോൾ നമ്മൾ നോക്കിയാലും ചില ചേച്ചിമാർ ഈ നൈറ്റിയൊക്കെ ഇട്ട്, ഞാൻ നൈറ്റിയാണ് ഇട്ടിരിക്കുന്നത് എങ്കിലും എന്നേക്കാൾ പ്രായമുള്ളവർ അല്ലെങ്കിൽ എൻ്റെ സമപ്രായക്കാർ, ചെറുപ്പക്കാർ എല്ലാവരും ഇപ്പോൾ കണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിങ് ഒരു സംഭവമാണ് റീല് ചെയ്യുക. ആ റീല് ചെയ്യുന്നത് മാന്യമായ രീതിയിലുള്ളതല്ല. അവർ നൈറ്റി ഇട്ട് അതിൻ്റെ അടിയിലൊന്നും വിടാതെ അവർ നൈറ്റി ഇങ്ങനെ മടക്കി കുത്തി ഈ മുട്ടുകാലിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇവർ വീഡിയോ എടുത്ത് ഇടും. നൈറ്റിയുടെ സിബ്ബൊക്കെ തുറന്നിട്ട് എല്ലാം കാണിച്ചുകൊണ്ട്. ഇത് കണ്ട് രസിക്കാനും ആസ്വദിക്കാനും കമൻ്റ് ഇടാനും ധാരാളം ചേട്ടന്മാരും കുഞ്ഞ് അനുജന്മാരും ഒക്കെ ഉണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും സ്ത്രീയാണെങ്കിലും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് നിങ്ങളോടാണ് സംസാരിക്കാനുള്ളത്. ഇങ്ങനെ നിങ്ങൾ ഈ വീഡിയോകളെല്ലാം കണ്ട് നിങ്ങൾ കമൻ്റ് ഇട്ടു, ആ കമൻറ്റിൻ്റെ താഴെ അവർ ലൈക്കും കമൻറ്റും തരും. അങ്ങനെ ചെയ്ത് അവസാനം ഇതൊരു വലിയൊരു പടുകുഴിയിലേക്കായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പോകുന്നത്. ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ഹണി ട്രാപ്പ്. അവർ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ചെല്ലും. ചിലപ്പോൾ നിങ്ങളെ ചിലപ്പം സെക്ഷലായിട്ട് ഒക്കെ ശാരീരിക ബന്ധത്തിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ അവർ നിങ്ങളെ ചിലപ്പോൾ 2-3 പേര് കൂടിയിരുന്ന് നിങ്ങളുടെ വീഡിയോകളെടുത്ത് ചിലപ്പം നിങ്ങളോട് അവർ പണം ആവശ്യപ്പെടും. അപ്പോൾ ഒന്ന് ഓർക്കുക, നമുക്ക് എല്ലാവർക്കും മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് സമയം. ആ സമയം നമുക്ക് പ്രധാനപ്പെട്ടതാണ്. പിന്നെ നിങ്ങളുടെ സാമ്പത്തികം, നിങ്ങളുടെ ഇമേജ്, നിങ്ങളുടെ ഫാമിലി, ആ ഫാമിലി നമുക്ക് ഇല്ലാതെ വരും. സമൂഹത്തിലുള്ള നമ്മുടെ മാന്യത സകലതും നമ്മുടെ നഷ്ടപ്പെടും. ഈ വീഡിയോ ചെയ്യുന്ന ചേച്ചിമാരോട് ഞാൻ ആദ്യമായിട്ടൊന്ന് പറയട്ടെ, പ്രിയ സഹോദരിമാരോടും ഒന്ന് പറയട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും കുടുംബങ്ങളുണ്ട്. നിങ്ങളുടെ കുട്ടികൾ ഈ വീഡിയോകൾ കാണും. നിങ്ങളുടെ ഫാമിലി ഈ വീഡിയോ കാണും. നിങ്ങളുടെ ആങ്ങളമാർ, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റർ, ബ്രദേഴ്സ്, നെയ്ബേഴ്സ് എല്ലാവരും, നമ്മളെ അടുത്തറിയുന്ന ആൾക്കാർ, നമ്മുടെ അയൽവക്കം ഒക്കെ ഈ വീഡിയോസ് കാണും. അപ്പോൾ അവരുടെ മുന്നിൽ നിങ്ങൾ സ്വയം നഗ്നരായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇത്. അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഇത് കാണും. അപ്പോൾ നിങ്ങളുടെ സമൂഹത്തിലുള്ള നിങ്ങളുടെ മാന്യത നഷ്ടപ്പെടും. നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തുകൂടെ വീഡിയോസ്? നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ ചെയ്തുകൂടെ? തീർച്ചയായിട്ടും അങ്ങനെ മാന്യമായ രീതിയിൽ ചെയ്താൽ ആ വീഡിയോയ്ക്ക് ഞാനും കമൻറ്റും ലൈക്കും തരും. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. നമുക്ക് പല രീതിയിൽ നമുക്ക് അധ്വാനിച്ചാൽ നമുക്ക് പൈസ ഉണ്ടാക്കാം. ഈ രീതിയിലും നമുക്ക് പൈസ ഉണ്ടാക്കാം. പക്ഷെ അത് മാന്യമായിരിക്കണം എന്നാണ് എൻ്റെ പക്ഷം. പിന്നെ ചേട്ടന്മാരോട് ഇതിൻ്റെ ഒന്നും പുറകെ പോകരുത്, വെറുതെ നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നാളെ നിങ്ങൾ ന്യൂസ് പേപ്പറിൻ്റെ ഒരു മൂലയിൽ ഇന്ന കേസിൽ പിടിക്കപ്പെട്ടു എന്ന് ഉള്ള ഒരു വാർത്തയിൽ നിങ്ങൾ ഇരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനൊന്നും ചതിയിൽപ്പെടരുത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടുണ്ട്, ശ്രീകുട്ടി രജനി VR എന്നാണ് എൻ്റെ അക്കൗണ്ടിൻ്റെ പേര്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.